എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് കടല ചൂണ്ടലാണ്. ഇതിന് 1 കപ്പ് കടല കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് ചുരുങ്ങിയത് 10 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കടല മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിക്കുക. 1/2 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുക്കർ മൂടി 5 വിസിൽ വരെ വേവിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് ഒരു മസാല വറുത്ത് പൊടിക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 സ്പൂൺ വെള്ള എള്ള്, ഒരു ചെറിയ തുണ്ട് കട്ടിക്കായം, 3 വറ്റൽമുളക്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ് എന്നിവയാണ്. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ എടുത്തു വെച്ച എള്ള്, കായം, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് എന്നിവ ഇട്ട് സിമ്മിൽ വറുക്കുക. നല്ലപോലെ മൂത്ത് മണം വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഒന്ന് ആറിയ ശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഒരുപാട് നൈസായി പൊടിക്കേണ്ട, ലേശം തരിയോടുകൂടി പൊടിച്ചാൽ മതി. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. കുക്കർ തണുത്തതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ കാണാം കടല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്ന്. ഇനി നമ്മൾക്ക് ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയാൽ 1 വറ്റൽമുളക് 3ആയി മുറിച്ചതും കറിവേപ്പിലയും ചേർക്കുക. അതിനുശേഷം വേവിച്ച കടല മാത്രം വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി 4-5 ചെറിയ സ്പൂൺ ചേർക്കുക. ഇനി ഇതിലേക്ക് ഫ്രഷ് തേങ്ങ ചിരവിയത് ചേർത്ത് യോജിപ്പിക്കുക. കടല ഉപ്പ് ചേർത്താണ് വേവിച്ചത്, എങ്കിലും ഉപ്പ് കുറവുള്ളതുകൊണ്ട് 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. നല്ല സ്വാദിഷ്ടമായ കടല ചൂണ്ടൽ റെഡി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.